ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് ഞാൻ മല്ലിപ്പൊടിയോ അതുപോലെ തന്നെ തേങ്ങയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇതൊന്നും തന്നെ ചേർക്കാതെ വളരെ പെട്ടെന്ന് നല്ല സ്വാദിഷ്ടമായ ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളി, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, കോവക്ക, അതുപോലെ ചെറിയ ഉള്ളി, പിന്നെ മത്തൻ, ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക്, പിന്നെ വെണ്ടക്കയും അതുപോലെ തന്നെ വഴുതനങ്ങയും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ പച്ചക്കറികളും ഇതിലേക്ക് എടുക്കാം. ഇനി ഞാനിത് വേറൊരു ചട്ടിയിൽ വെച്ച് അടുപ്പിലാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. സാമ്പാർ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം തന്നെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പച്ചക്കറികൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ച് ഇതിനെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് തക്കാളിയും അതുപോലെ തന്നെ വെണ്ടയ്ക്കയും വഴുതനങ്ങയും ചേർക്കുന്നില്ല. അതിന് കുറച്ച് വേവ് കുറവാണല്ലോ, അതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കുന്നില്ല ആദ്യം തന്നെ. കുറച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ള തക്കാളിയും അതുപോലെ തന്നെ വെണ്ടയ്ക്കയും വഴുതനങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂൺ സാമ്പാർ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ മസാലയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കണം. താളിച്ച് ചേർക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ സാമ്പാർ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാമ്പാറിന് നല്ല ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ താളിച്ചെല്ലാം കൂടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സാമ്പാർ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.